ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമാണ് ഇത്ര വലിയ പ്രശ്നം? നമ്മുടെ ലോകത്ത് കണ്ടുവരുന്ന പല പുരാതന സ്ട്രക്ചറുകളുടെ പിന്നിലുള്ള രഹസ്യം നമ്മൾ പണ്ടേ കണ്ടുപിടിച്ചതല്ലേ എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി എൻ്റെ അടുത്ത് ശരിക്കും റേജ് ചെയ്തത്. ഇതെല്ലാം നമ്മൾക്ക് പണ്ടേ അറിയാവുന്ന ഫാക്റ്റ് അല്ലേ? ഈവൻ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഈ സംഭവങ്ങളൊക്കെ ഫാക്റ്റ് ആയിട്ടല്ലേ പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. സാധാരണ ഇങ്ങനൊരു സംസാരം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മിണ്ടാണ്ടിരിക്കും. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് മുഴുവനും കേട്ടിട്ടാണ് ഞാൻ സാധാരണ റിപ്ലൈ കൊടുക്കുക. അങ്ങനെ ഇദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫാക്റ്റുകളായിട്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു ഫാക്റ്റായി മാറിയത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു, ഇതൊക്കെ പണ്ടേ ശാസ്ത്രപരമായി തെളിയിച്ച കാര്യങ്ങളല്ലേ എന്നുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിന് അറിയാത്ത ഒട്ടുമിക്ക ആൾക്കാർ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട്. അതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടേ പറ്റൂ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറിക്കിട്ടുള്ളൂ. ഈ ചാനലിലൂടെ പിരമിഡിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങളെ പറ്റിയിട്ടും പിരമിഡിനെ പറ്റിയിട്ടും ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെയധികം പഠിച്ചിട്ടാണ്. ഒരുപാട് ആൾക്കാർ കരുതുന്നത് പോലെ ഇത് ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്ന് കേട്ട് വന്ന് പറയുന്നതല്ല. ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടും ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യം ഉള്ളതുകൊണ്ടാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ മുഖം കാണിച്ച് ഞാൻ സംസാരിക്കുന്നത്. 3800 വർഷങ്ങളോളം ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാൻമെയ്ഡ് സ്ട്രക്ചർ ആയിരുന്നു ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്നത്. 23 ലക്ഷം കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പിരമിഡ് പണിതിരിക്കുന്നത്. അതും ഈ കട്ടകളെല്ലാം ക്വാറി ചെയ്തെടുത്തത് ഏകദേശം 800 കിലോമീറ്റർ അപ്പുറത്തെടുക്കുന്ന അസ്വാൻ എന്ന് പറയുന്ന ഒരു ക്വാറിയിൽ നിന്നാണ്. ഈ കല്ലുകൾക്ക് ഏകദേശം 2 to 80 ടൺ വരെ ഭാരം വരുന്നുണ്ട്. അപ്പോൾ ഇത് നിസ്സാരത്തിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. അതും ഇതിന്റെ കോംപ്ലക്സിറ്റി വീണ്ടും കൂട്ടാനാവട്ടെ, ഓരോ കല്ലും വളരെയധികം പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഇത് ഓരോന്ന് പണിതെടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പിരമിഡിന്റെ 2 കട്ടകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഈ ഗ്യാപ്പിന്റെ അകത്തേക്ക് നമുക്കൊരു പേപ്പറിന്റെ കഷ്ണം പോലും കയറ്റിവിടാൻ പറ്റില്ല. അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള, അത്രയ്ക്ക് ടോളറൻസ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. മെയിൻ സ്ട്രീം ആർക്കിയോളജിയും ശാസ്ത്രവും പറയുന്നത് പിരമിഡ് ഏകദേശം ഒരു 20,000 to 30,000 വർക്കേഴ്സ് ഏകദേശം 20 വർഷങ്ങൾ കൊണ്ട് തീർത്ത ഒരു സ്ട്രക്ചർ ആണെന്നാണ്. അങ്ങനെയാണ് ഫാക്റ്റുകളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫാക്റ്റിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പഴക്കിട്ടത്. ഗ്രേറ്റ് പിരമിഡിന്റെ അകത്ത് കണ്ടുവരുന്ന ഏറ്റവും ഭാരം കൂടിയ കട്ട എന്നൊക്കെ പറയുന്നത് 70 to 80 ടണ്ണോളം വരുന്ന വലിയ ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബീമുകളാണ്. ഇതുണ്ടാക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതിനെപ്പറ്റി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സബ്സ്റ്റൻസിനെ വളരെയധികം പ്രിസിഷനോടെ കട്ട് ചെയ്യുകയും അത് യാതൊരു ഗ്യാപ്പും ഇല്ലാണ്ട് ജോയിൻ ചെയ്ത് ഇങ്ങനെ വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് തന്നെയാണ്. അതായത് ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാർ വരെ പറയുന്നത് ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. 20 വർഷം കൊണ്ട് ഏകദേശം 20,000 പണിക്കാരെ വച്ചിട്ടാണ് ഈ പിരമിഡ് പണി തീർത്തതെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പിരമിഡിന്റെ അകത്ത് 23 ലക്ഷം കട്ടകളുണ്ട്. അപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ 2 മിനിറ്റിലും 20 വർഷം കൊണ്ട് ഓരോ 2 മിനിറ്റിലും ഓരോ കട്ട വെച്ച് നമ്മൾ ഈ പറയുന്ന ക്വാറിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അത് 800 കിലോമീറ്റർ ട്രാൻസ്പോർട്ടും ചെയ്യണം. അത് ഈ പറയുന്ന പിരമിഡിന്റെ സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ഇത് വെറുതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് അത് ഏത് സ്ഥലത്താണോ വയ്ക്കേണ്ടത് ആ സ്ഥലത്തിലേക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടത് 2 മിനിറ്റ് ആണ്. ഈ ഒരു പോയിന്റ് ആണ് വളരെ കോമൺ ആയിട്ട് പിരമിഡിന്റെ കൺസ്ട്രക്ഷൻ രീതിന്റെ ഡിബേറ്റ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത്. പക്ഷേ ആ ഒരു സംഭവത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട്. ശാസ്ത്രവും ആർക്കിയോളജിയും പറയുന്നത് പോലെ 20 വർഷം കൊണ്ട് 20,000 വർക്കേഴ്സിനെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം പണി തീർത്തിരിക്കുന്നത്. ആ ഒരു സംഭവം തന്നെ നമുക്ക് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇവർക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 800 കിലോമീറ്റർ അപ്പുറത്ത് എടുക്കുന്ന അസ്വാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന കട്ടകളെല്ലാം കട്ട് ചെയ്തിട്ട് നൈൽ നദിയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഗിസ പ്ലാറ്റോയിലേക്ക് കൊണ്ടുവരണം. അത് ഒന്നാമത്തെ ഡ്യൂട്ടി. അതുപോലെ തന്നെ ഈ കട്ടകളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കണം. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നീടുള്ള ഡ്യൂട്ടി എന്താ വെച്ചാൽ ഈ കട്ടകളെല്ലാം ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വച്ച് പിരമിഡ് പോലത്തെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. അത് ചുമ്മാ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതല്ല, വളരെയധികം പ്രിസിഷനോടെയാണ് ഈ കട്ടകളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അതുമാത്രമല്ല പിരമിഡിന്റെ അകത്ത് നമുക്ക് ഒരുപാട് ചേമ്പേഴ്സും ഒരുപാട് ഷാഫ്റ്റും അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം ഈ പറയുന്ന പിരമിഡൊക്കെ പണി തീർക്കാൻ വേണ്ടി, പുറമേ ഉള്ള പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര അധികം ഡിഫിക്കൽട്ടിയുള്ള ഒരു ടാസ്ക് ആണത്. ഇനി ഈ പറയുന്ന 20,000 വർക്കേഴ്സിനെ നമുക്ക് ഒരു 1000 ടീംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ ടീമിനും അവരുടേതായിട്ടുള്ള പണികളൊക്കെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആകെ 115 കട്ടകൾ മാത്രമാണ് 20 വർഷങ്ങൾ കൊണ്ട് ഒരു ടീമിന് ഉണ്ടാക്കേണ്ടി വരുന്നത്. 23 ലക്ഷം കട്ടകൾ എന്നൊക്കെ പറയുമ്പോഴാണ് എല്ലാവർക്കും വളരെയധികം ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ കേവലം 115 കട്ടകൾ ഒരു ടീമിന് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു സംഖ്യ തന്നെയാണ്. അത് 20 വർഷങ്ങൾ കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു ടീമിന് 2-3 ദിവസം കൂടുമ്പോൾ ഒരു കട്ട മാത്രം ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാണ് ഇവിടുത്തെ ആ ഒരു കണക്ക്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ചാനൽ തുടങ്ങുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് കേട്ടാൽ ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു പോയിന്റ് അവിടെ വെച്ച് ഡിസ്മിസ് ചെയ്യാം. പിരമിഡ് പണിതതിന്റെ രഹസ്യം ഇതാണ് എന്ന് ഒരുപാട് ആൾക്കാർ ഉറച്ചു നിൽക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാക്റ്റുകളെല്ലാം എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം തെറ്റാണ് എന്നുള്ളൊരു രീതിയിൽ പറയുന്നത്? അവിടെയാണ് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ പ്രാധാന്യം കിടക്കുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫാക്ട് എന്ന് പറയുന്ന സംഭവം ശരിക്കും എന്താണ്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫാക്റ്റുകളെല്ലാം ടെക്സ്റ്റ് ബുക്കുകളിലും ഇന്റർനെറ്റിലൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നത്? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. പിരമിഡ് എന്ന് പറയുന്നത് വലിയൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഏകദേശം ഒരു 600-700 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാൽബെക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. അവിടെ ഏൻഷ്യൻ റോമൻ എംപയർ പണിതെടുത്ത ദ ടെമ്പിൾ ഓഫ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഈ കാണുന്ന ആ വലിയ സ്ട്രക്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ കണ്ടുവരുന്ന സ്ട്രക്ചറിന്റെ ബേസ്മെന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 3 കട്ടകൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഓരോ കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 800 to 1000 ടൺ വരെയും വരുന്നുണ്ട്. അത് എസ്റ്റിമേറ്റ് കണക്ക് മാത്രമാണ്, ചിലപ്പോൾ അതിനേലും കൂടാം. ഏകദേശം 62 അടി നീളവും 14 അടി ഉയരവുമുള്ള ഒരു കട്ടയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ട ഒരുപാട് കട്ടകളുടെ മുകളിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 7 മീറ്റർ ഉയരത്തിലാണ് ഇത്രയും ഭാരമുള്ള കട്ട കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരൊറ്റ ചോദ്യം വരുള്ളൂ, എങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഭാരമുള്ള ഒരു സംഭവം എങ്ങനെ അതിന്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റി? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? റോമൻ എംപയർ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആണ്. എന്തിന്? ഈ പറയുന്ന ക്രെയിനുകളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട്. അതായത് പണ്ട് ആ കാലത്തും അവർ ഒരു തരത്തിലുള്ള ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന കട്ടകളൊക്കെ പൊക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അവരുടെ ക്രെയിനുകളുടെ അവശിഷ്ടവും നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരി തന്നെയാണ്. പക്ഷെ ഇവർക്ക് അറിയാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ക്രെയിനുകളുടെ മാക്സിമം പേലോഡ് കപ്പാസിറ്റി, അതായത് ആ ക്രെയിനുകൾക്ക് പൊക്കാൻ കഴിയുന്ന മാക്സിമം ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വെറും 6.5-7 ടൺ മാത്രമാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ 7 ടൺ എന്നൊക്കെ പറയുന്നത് ചെറിയ ഭാരമല്ല എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. പക്ഷേ 800-1000 ടൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 7 ടൺ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാരം തന്നെയാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 133 ഇത്തരത്തിലുള്ള ക്രെയിനുകൾ അടുപ്പിച്ചു വെച്ചാലാണ് നമുക്ക് ഈ കല്ലിനെ വെറുതെ ഒന്ന് പൊക്കാൻ പറ്റുള്ളൂ, ഇത്രയൊക്കെ ഒന്ന് പൊക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ കല്ലിരിക്കുന്നത് 7 മീറ്ററോളം ഉയരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ്? എന്നാൽ അതിനുള്ളൊരു മറുപടിയും ശാസ്ത്രം തരുന്നുണ്ട്. അതായത് ചെറിയ ഒരു കയറ്റം പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട്, അതായത് റാമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് സ്ലെഡ്ജ് വഴി ഇങ്ങനെ തള്ളി മുകളിലേക്ക് കയറ്റി വെച്ചതായിരിക്കാം എന്നാണ് ശാസ്ത്രവും ആർക്കിയോളജിയും പറയുന്നത്. ഈ ഒരു തിയറി തന്നെയാണ് ശാസ്ത്രവും ആർക്കിയോളജിയും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഭാരം കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഇത്രയും ഭാരമുള്ളൊരു സംഭവം ഈ സ്ലെഡ്ജിൽ കൂടെ എങ്ങനെയാണ് മുകളിലേക്ക് കയറ്റുന്നത്, അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി പ്രോസസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളൊരു കാര്യം അവർ പറയുന്നില്ല. ഇവർ ഈ ഒരു തിയറിയിലാണ് വിശ്വസിക്കുന്നത്, അത് മാത്രമാണ് ഇവർ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത്? ശാസ്ത്രവും ആർക്കിയോളജിയും ഈ ഒരു തിയറിയാണ് പറയുന്നത്, അതുകൊണ്ട് ഇതാണ് ശരി എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നത്. പക്ഷെ ശാസ്ത്രത്തിനും ആർക്കിയോളജിക്കും കിട്ടാവുന്നതിന്റെ എവിഡൻസ് വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇത് എന്നുള്ളൊരു കാര്യം ബാക്കി ആർക്കും അറിയില്ല. അവിടെയാണ് ഏറ്റവും വലിയൊരു കുഴപ്പം വരുന്നത്.
ശാസ്ത്രം ഫാക്റ്റ് ആയിട്ട് ഒരു സംഭവത്തെ പറയുകയാണെങ്കിൽ അത് 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു അസംഷനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു ചിന്താഗതിയിലൂടെ ആലോചിക്കുന്നവർക്ക് എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ടാവും. അതായത് ശാസ്ത്രം ഇതാണ് പറയുന്നത്, അതാണ് ശരി എന്നുള്ളൊരു ഉത്തരം അവർക്ക് വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. പിരമിഡ് എന്നുള്ളൊരു സ്ട്രക്ചർ 20,000 പണിക്കാർ 20 വർഷങ്ങൾ കൊണ്ട് പണി തീർത്ത സ്ട്രക്ചർ ആണെന്നാണ് ശാസ്ത്രവും ആർക്കിയോളജിയും പറയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 കണക്കുകളും അവരുടെ ഒരു അസംഷൻ മാത്രമാണ്. അവർക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ചില ക്ലൂസും ചില ആർക്കിയോളജിക്കൽ സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് അവർ മെനഞ്ഞെടുത്ത ഒരു തിയറിയാണ് ശരിക്കും അത്. ഗ്രേറ്റ് പിരമിഡിന്റെ സമീപത്ത് ഈ പിരമിഡ് പണിതിരിക്കുന്ന ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ റെമിനിസൻസ് ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ കഴിച്ച ഭക്ഷണങ്ങളുടെ അവശിഷ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് കാറ്റിലായിക്കോട്ടെ, മാംസം ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ എല്ലിന്റെ രൂപത്തിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ ബറി ചെയ്തിരിക്കുന്ന ആ ഒരു ടൂമ്പും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഇവരുടെ ആ ഒരു സംസ്കാരം, ഒരു സെമിത്തേരി പോലത്തെ ഒരു സ്ഥലവും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ശാസ്ത്രത്തിനും ആർക്കിയോളജിക്കും കിട്ടുന്നത് കൊണ്ട് അവർ ഒരു തിയറിയിൽ വിശ്വസിക്കുകയാണ്. അതായത് ഏകദേശം 20,000 വർക്കേഴ്സ് 20 വർഷങ്ങൾ കൊണ്ട് എടുത്താൽ മാത്രമാണ് ഈ ഒരു പിരമിഡ് പണി തീർക്കാൻ കഴിയുള്ളൂ എന്ന ഒരു അസംഷൻ, എന്ന ഒരു ഐഡിയയിലേക്കാണ് ശരിക്കും അവർ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവർക്ക് കിട്ടാവുന്ന എവിഡൻസ് വെച്ച് അവർക്ക് പറയാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും അവർ ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഫാക്റ്റ് ആയിട്ട് പറയുന്നത്. പിരമിഡ് ആരാണ് പണിതത്, എങ്ങനെയാണ് പണിതത്, എത്ര വർഷങ്ങൾ കൊണ്ടാണ് പണിതത് എന്ന് ഏതെങ്കിലും ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ പിള്ളേർ പഠിക്കുന്ന എന്തെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PSCയുടെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് ഈ ഒരു ഉത്തരമാണ് ശരി എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇത് പറയുന്നത് കൊണ്ട് അത് 100% ശരി, അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു തിങ്കിങ്, ആ ഒരു ചിന്താഗതിയാണ് നമ്മളെല്ലാവരെയും ഇങ്ങനെ നശിപ്പിക്കുന്നത്. ഇത്തരം ഫാക്റ്റുകളെല്ലാം വായിച്ചു വിടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 100% ശരിയാണ് എന്ന് ഇവർ ഒരിക്കലും പറയില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് അല്ലെങ്കിൽ പിള്ളേർക്ക് പഠിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്റ്റിന്റെ ബുക്കാന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് പിരമിഡ് പണിതിരിക്കുന്നത് 20 വർഷങ്ങൾ കൊണ്ട് 20,000 വർക്കേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സെന്റൻസ് ഏതൊരു കൊച്ചുകുട്ടിക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു സെന്റൻസിന് പകരം സ്കോളേഴ്സും ആർക്കിയോളജിസ്റ്റും ശാസ്ത്രജ്ഞന്മാരും ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള എവിഡൻസ് വെച്ചിട്ട് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സും ഈ കൺസ്ട്രക്ഷൻ രീതിയൊക്കെ ഇങ്ങനെ ആയിരിക്കാം, വളരെയധികം ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ ഡാറ്റാബേസ് ഉപയോഗിച്ച് അവർക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഇത് എന്നുള്ളൊരു സെന്റൻസ് ആണ് ഈ പറഞ്ഞ കൊച്ചു പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അടിച്ചു വെക്കാന്ന് വിചാരിക്കുക. ഇതാണ് ശരി, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ശരിക്കും നടക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കൊച്ചു പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്ക് കൺഫ്യൂഷൻ വരും. അതിന് വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മാത്രമാണ് ആ സെന്റൻസ് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മെനക്കേടിന് അവർ പോവില്ല. അതിന് പകരം അവരിങ്ങനെ എഴുതി വെക്കും, 20 വർഷങ്ങൾ കൊണ്ട് 20,000 വർക്കേഴ്സിന്റെ ഒരു എഫേർട്ടാണ് ശരിക്കും പിരമിഡ് എന്ന് പറയുന്നത്. ആ സെന്റൻസിൽ ഒരുപാട് ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആവും, അത് ഒരു ഫാക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ശരിക്കും ഇപ്പോൾ നടക്കുന്നത്. എഡ്യൂക്കേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഫാക്ട് എന്ന് പറയുന്ന ഒരു സംഭവം 100% പ്രൂവൺ ആയിട്ടുള്ള ഒരു തിയറി ഒന്നല്ല. സമയം മുന്നോട്ട് പോകുന്തോറും പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ പറയുന്ന ഫാക്റ്റുകളെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 20ാം സെഞ്ചുറിക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിലുള്ള കോണ്ടിനെന്റ്സ് ഒക്കെ ഇല്ലേ, അത് അനങ്ങാത്ത ഒരു സംഭവമാണ് എന്നുള്ളൊരു തിയറിയിലാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ആ ഒരു സംഭവം ഫാക്റ്റ് ആയിട്ട് നമ്മുടെ ലോകം മുഴുവൻ അച്ചടിച്ചു വന്ന ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ആൽഫ്രഡ് വെഗ്നർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറി ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ കോണ്ടിനെന്റ്, ഈ പറഞ്ഞ ഭൂഖണ്ഡങ്ങളെല്ലാം ഒരിടത്ത് അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല, അത് കാലം മുന്നോട്ട് പോകുന്തോറും അത് പയ്യെ അനങ്ങും എന്നുള്ളൊരു തിയറി അദ്ദേഹം ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തു. ഇങ്ങനൊരു തിയറി ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്തപ്പോൾ ആ കാലത്തെ ഏറ്റവും പൊക്കത്തിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പോലും ഇദ്ദേഹത്തിനെ കളിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ആധുനികമായിട്ടുള്ള സീ ഫ്ലോർ മാപ്പിംഗ് വഴി ഇദ്ദേഹം പറഞ്ഞ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വെറും ഒരു കളിയാക്കുന്ന വസ്തു മാത്രമല്ല, അതാണ് ശരിക്കും ഫാക്റ്റ് എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാക്കിയാൻ പറ്റി. ട്രോയ് എന്ന് പേരുള്ള മിത്തിക്കൽ സിറ്റിനെ പറ്റി ലിയാഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് വളരെയധികം മിത്തിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്.
അങ്ങനെ 1980 ഹെൻറിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴത്തെ ടർക്കി എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ, അവിടെ ചെറിയൊരു എക്സ്കവേഷൻ ഒക്കെ നടത്തി. അങ്ങനെ ഇദ്ദേഹം ഈ പറയുന്ന സിറ്റി കണ്ടുപിടിക്കുന്നു. അതായത് ട്രോയ് എന്ന് പറയുന്ന ആ ഒരു മിത്തിക്കൽ സിറ്റി അദ്ദേഹം ശരിക്കും കണ്ടുപിടിക്കുന്നു. ഇവിടെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് മൾട്ടിപ്പിൾ ലെയേഴ്സിലായിട്ട് ഒരു സിറ്റി തന്നെയാണ് അവരന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു സംഭവം വെറും ഒരു മിത്തോളജി മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി? അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശരിക്കും എന്താണ് തെളിയിക്കുന്നത്? ഈ ഫാക്ട് എന്ന് പറയുന്ന സംഭവമില്ലേ, അത് ശരിക്കും 100% റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. പകരം ഫാക്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ടോപ്പിക് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഉള്ള എവിഡൻസസ് ഒക്കെ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഇത് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതല്ലാണ്ട് 100% ഇതിനപ്പുറം വേറൊരു ഉത്തരമില്ല എന്നുള്ളൊരു ഉറപ്പിച്ചൊന്നല്ല അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത്? ശാസ്ത്രത്തിന് അതിനുള്ള ഒരു കറക്റ്റ് ഉത്തരവുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്? അതിന്റെ ഒരു തിയറി നമ്മുടെ കൈവശമുണ്ട്. എന്തുകൊണ്ടാണ് ലൈറ്റ് ഈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? അതിന്റെ ഒരു സംഭവം നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ശാസ്ത്രത്തിന് തരാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ എപ്പോഴും എല്ലായ്പ്പോഴും ശരിയാണ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ളൊരു തിങ്കിങ് ആണ് ഒട്ടുമിക്കവർക്കുള്ളത്. അതിപ്പോ വളരെയധികം ജനപ്രിയനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിനും ശാസ്ത്രം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായതുകൊണ്ടും ഒരുപാട് ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്കവർക്കും ഈ ഒരു സംഭവത്തിന്റെ കറക്റ്റ് അർത്ഥം അറിയില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നെ കൊണ്ട് പറ്റാവുന്നത് പോലെ അവർക്കെല്ലാം ഞാൻ എന്താണ് ശാസ്ത്രം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കുള്ള ഒരു ഡേഞ്ചർ എന്താ വെച്ചാൽ നമ്മൾക്കെല്ലാം അറിയാം എന്നുള്ളൊരു തിങ്കിങ് ആണ്, ആ ഒരു ഫീലിംഗ് ആണ്. ശാസ്ത്രം തരുന്ന എക്സ്പ്ലനേഷൻ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇവർ പറയുന്ന എക്സ്പ്ലനേഷൻസിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ശാസ്ത്രത്തിന്റെ കൂടെ തന്നെ നിൽക്കും. അഭിയുഗം എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ സയൻസ് ചാനൽ അല്ല. ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ചാനൽ ചെയ്യാൻ വേണ്ട പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. ഫാക്ട് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നതിന്റെ ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ആരും ഈ ഒരു സംഭവം മലയാളത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട് എന്ന് ഒട്ടുമിക്കവർക്കും മനസ്സിലാക്കാൻ വഴിയില്ല. എന്ത് തന്നെയാലും ദൈവം എന്നുള്ള ഒരു സീരീസിൽ ഇനിയും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപാടധികം എവിഡൻസ് എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ വീഡിയോസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.